എൻ്റെ പേര് ഫാത്തിമ എന്നാണ്. ഞാൻ ആദവനാട് മാട്ടുമ്മന്ന് വരുന്നത്. ഞാൻ അൽമാസ് ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഉള്ളത്. എനിക്ക് ഊരക്ക് വേദനയും കാലിന് ഡിസ്കിന് കംപ്ലൈൻറ്റും ആയിട്ട് ഞാൻ കുറേ മരുന്നുകൾ കഴിച്ച് 5-6 മാസം ഒരുപോലെ വേദന ആയി സഹിച്ച് നടക്കുകയായിരുന്നു. 2 കൊല്ലം മുന്നെയാണ് എനിക്ക് ഊരവേദന തുടങ്ങിയത്. നിസ്കരിക്കാനും ടോയ്ലറ്റ് പോകാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. വീൽ ചെയറിലായിരുന്നു നടന്നിരുന്നതും കിടക്കാനും ഇരിക്കാനും ഒന്നും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ഞാൻ ഇവിടെ അൽമാസ് ഹോസ്പിറ്റലിൽ വന്നു. ഓപ്പറേഷൻ ആണെന്ന് നസീഫ് സാറ് പറഞ്ഞു. ഞാനിവിടെ അഡ്മിറ്റ് ആയി ഞായറാഴ്ചയാണ് വന്നത്. ഞായറാഴ്ച വന്ന് തിങ്കളാഴ്ച എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ചൊവ്വാഴ്ച വീട്ടിലേക്ക് സുഖമായി പോവുകയും ചെയ്ത്. ഓപ്പറേഷൻ ചെയ്തിട്ട് 1 മാസമായി. വളരെ മാറ്റമാണ് എനിക്കുള്ളത്. അതിൻ്റെ കൂടെ എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞിരുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ എൻ്റെ കാല് കൊണ്ട് നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഫാത്തിമ എന്ന സഹോദരി നമ്മുടെ അടുത്ത് വന്നത് വീൽ ചെയറിലായിട്ടായിരുന്നു. അവരുടെ L4-ൻ്റെയും L5 നട്ടലുകൾക്കിടയിലുള്ള ഡിസ്ക് വന്നിട്ട് ഇടത്തെ കാലിലെ ഞരമ്പിനെ കംപ്രസ് ചെയ്ത് സിവിയർ പെയിൻ, സഹിക്കാൻ പറ്റാത്തൊരു വേദനയായിട്ടാണ് നമ്മുടെ അടുത്ത് വന്നത്. അപ്പോൾ ഇവർക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് ഫുൾ എൻഡോസ്കോപ്പിക് ഡീകംപ്രഷൻ ആൻഡ് ഡിസ്കെക്ടമി എന്നുള്ളൊരു നൂതനമായ സർജറിയാണ്. എൻഡോസ്കോപ്പിക് സർജറിയിലെ ഇന്നത്തെ ഏറ്റവും നൂതനമായ സർജറിയാണ് ഇത്. ഇതിൽ നമുക്കറിയാം, ഇതാണ് എൻഡോസ്കോപ്പ്. എവിടെയാണോ ഡിസ്ക് തള്ളിട്ടുള്ളത് ആ ഭാഗത്തേക്ക് മാത്രം, അവിടെ മാത്രം നമ്മുടെ ചെറുവിരലിന് എത്രമാത്രം വലുപ്പമുള്ള ഒരു 1 സെൻറ്റിമീറ്റർ താഴെയുള്ളൊരു മുറിവിലൂടെ L4-ൻ്റെയും L5-ൻ്റെയും ഇടയിലുള്ള ഞരമ്പിനെ മാത്രം ടാർജറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സർജറിയാണ്. എൻഡോസ്കോപ്പ് ഇതുപോലെ നമുക്ക് ആ ഗ്യാപ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിലൂടെ നമുക്ക് ഇതുപോലത്തെ മൈക്രോ ഇൻസ്ട്രുമെൻറ്റ്സ് വഴി എവിടെയാണോ കേടായ ഡിസ്ക് ഉള്ളത് അത് മാത്രം എടുത്തിട്ട് ചെയ്യാവുന്നൊരു സർജറിയാണ് ഫുൾ എൻഡോസ്കോപ്പിക് ഡിസ്കെക്ടമി.